പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ടോക്കിംഗ് ടു യുവർ സെൽഫ് ഈസ് എ പവർഫുൾ ഹാബിറ്റ് എന്നതിനെക്കുറിച്ചാണ്. ഒരു കോട്ട് പറയുകയാണെങ്കിൽ, ടോക്ക് ടു യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, അതർവൈസ് യു മേ മിസ് എ മീറ്റിംഗ് വിത്ത് ആൻ എക്സലന്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക, അതൊരു പവർഫുൾ ആയിട്ടുള്ള ഹാബിറ്റാണ്. ടോക്ക് ടു യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ. നിങ്ങൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും നിങ്ങളോട് സംസാരിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടാതെ പോയേക്കാമെന്നാണ്. അപ്പോൾ ആരാണ് എക്സലൻ്റ് ആയിട്ടുള്ള വ്യക്തി? അത് നമ്മൾ തന്നെയാണ്. നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മറ്റുള്ളവർ കണ്ടെത്തി തിരുത്തി തരുന്നതിന് മുമ്പായി നമ്മൾ നമ്മുടേതായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടെത്തി സ്വയം തിരുത്തുകയാണെങ്കിൽ ആരും തിരുത്തിത്തരാനില്ല എന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മുടെ തെറ്റുകളൊക്കെ നമ്മൾ തന്നെയാണ് സ്വയം കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ സ്വയം കണ്ടെത്തി നമ്മളത് തിരുത്താൻ തയ്യാറായാൽ ജീവിതത്തിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും. അപ്പോൾ അതാണ് ഇതൊരു പവർഫുൾ ഹാബിറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും അത്തരത്തിലുള്ളൊരു ഹാബിറ്റ് ഇല്ലെങ്കിൽ ഈ ഹാബിറ്റ് ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള ആളുകളാണ്, മനുഷ്യനാണ്. അപ്പോൾ ഈ തെറ്റുകളിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്തേ പറ്റും. അപ്പം ഒരാളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒരാളെ ചീത്ത വിളിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ ഒരു ആത്മവിചിന്തനം നടത്തുക. എങ്ങനെ? ആ പറഞ്ഞത് ശരിയായോ? ആ ചെയ്തത് ശരിയായോ? അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്, അങ്ങനെ അല്ലായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത് എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ സ്വയം കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാളെ നീളെ എന്ന് പറഞ്ഞ് നാളത്തേക്ക് ഇങ്ങനെ മാറ്റിവെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ നാളെ ഒരിക്കലും വരാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് എന്ത് കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് ഇന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് ഇന്ന് തന്നെയാണ് ചെയ്യുക. നാളത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക. അങ്ങനെ നമ്മളൊരു സെൽഫ് കറക്ഷൻ മെത്തേഡിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിൽ വിജയം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വിജയവും ഉണ്ടാവില്ല. നമ്മൾ ആ നിൽക്കുന്ന നിൽപ്പന്നെ നിൽക്കും എന്ന ഏത് കാലത്ത്. അപ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. നമ്മളെ കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ഉത്തമനായ വ്യക്തിയും അത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്വയം കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിവിപുലമാണ്, അതിപ്രധാനമാണ്, വളരെ വ്യത്യസ്തവുമാണ്. മറ്റൊരാളല്ല നമ്മളെ കറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ തെറ്റുകൾ വളരെ വ്യക്തമായി. അപ്പം ഈ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വ്യക്തമായി അറിയുന്ന നമ്മൾ തന്നെ അത് കറക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മളിൽ വളരെ നല്ല മാറ്റമാണ് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, ടോക്കിംഗ് ടു യുവർ സെൽഫ് ഈസ് എ പവർഫുൾ ഹാബിറ്റ്. ടോക്ക് ടു യുവർ സെൽഫ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, അതർവൈസ് യു മേ മിസ് എ മീറ്റിംഗ് വിത്ത് ആൻ എക്സലന്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടാണ്. വളരെ അർത്ഥവത്തായ ഒരു വാക്യവും കൂടിയാണ്, അർത്ഥവത്തായ ഒരു കോട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സ്വയം തിരുത്താൻ തയ്യാറാവുക. മറ്റുള്ളവരെ എപ്പോഴും കല്ലെറിഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ചെയ്യാൻ പോകാതെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി അത് തിരുത്താൻ കഴിഞ്ഞാൽ നമ്മളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് തന്നെ സാധിക്കും. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.